പുഷ്പ 2 കാണാൻ പോവാണ് ഗൈസ്. രാവിലെ 7 മണിക്കത്തെ ഷോയ്ക്ക് 6:30 അക്ഷർ എത്തിയിട്ടില്ല. അങ്ങനെ ഏറെ നേരത്തെ പോസ്റ്റിന് ശേഷം പോസ്റ്റ്മാൻ എത്തിയിരിക്കുക. അവിടെ നിന്ന് പറന്നടിച്ച് നമ്മൾ നേരെ പോകുന്നത് പാരിപ്പള്ളി രേവതി സിനിമാക്സിലാണ്. പുതിയ ടീഷർട്ട് എടുത്തെന്ന് പറഞ്ഞ് ക്യൂട്ട് കാണിക്കുന്ന അക്ഷറിനെ കാണാൻ പറ്റുകൊണ്ട് നമ്മൾ നേരെ അങ്ങ് സിനിമയ്ക്ക് കയറുവാണ് ഗൈസ്. തിയേറ്ററിന്റെ അകത്തുള്ള കാഴ്ചകളും നമ്മൾ എടുത്തില്ല. എന്തായാലും ടൈറ്റിൽ കാർഡ് മാത്രം നീ കാണിച്ചാൽ അത് കഴിഞ്ഞ റിവ്യൂ പറയാം. അവസാനം മൂവി കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം ഒരു എബോ ആവറേജ് അല്ലെങ്കിൽ ഒരു ആവറേജ് അനുഭവം മാത്രമാണ് എനിക്ക് ഈ സിനിമ തോന്നിയത്. ഭയങ്കര സംഭവമായിട്ടൊന്നുമില്ല, എന്നാൽ ഭയങ്കര മോശമല്ല. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി അക്ഷറിന് ഒരു ഷാർജയും കൊടുത്ത് നമ്മൾ നേരെ അക്ഷറിന്റെ വീട്ടിലോട്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനും അതിലും കൂടെ നേരെ അഞ്ചലിലോട്ട് പോകണം. അവിടുത്തെ മാരുതി സുസുക്കിയുടെ ഷോറൂമിലോട്ടാണ് പോകുന്നത്. അങ്ങനെ ഷോറൂമിൽ പോയി കഴിഞ്ഞിട്ട് എനിക്കാണെങ്കിൽ ഭയങ്കര തലവേദന, രാവിലെ ഉറക്കമൊന്നുമില്ല, ഷോയ്ക്ക് പോകണ്ട. അങ്ങനെ നമ്മൾ നേരെ ഒരു ചായ കുടിക്കാൻ വന്നേക്കൊണ്ട് അങ്ങനെ കടയിൽ ചെന്ന് 2 ചായയും പറഞ്ഞ് ഏതെങ്കിലും കടി എടുക്കണമല്ലോ. അതുകൊണ്ട് എന്റെ ഫേവറേറ്റ് കടിയായ പരിപ്പോടെ ഞാൻ എടുത്തിരിക്കുകയാണ്. അങ്ങനെ ചായ കുടിച്ച് നമ്മൾ നേരെ വന്ന അസീബിന്റെ വീട്ടിലോട്ടാണ്. ഇവർ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ കൊടുത്തിട്ടുള്ള എന്തോ ഡിങ്കോൾഫിയാണ്. എന്റെ കാര്യമില്ലതൊന്നും ഞാൻ പിന്നെ അന്വേഷിക്കാൻ പോകാറില്ല. അങ്ങനെ അവസാനം ഇവരുടെ ഈ പ്രവൃത്തിയെ കണ്ട് കൈയും കൊടുത്തിട്ട് ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യണം. പിന്നെ എപ്പോഴെങ്കിലും